യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 26 അധ്യായം 14 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഒരു മനുഷ്യനെ വെറും നീചനാക്കിക്കൊണ്ട് അവനെ ക്രൂശ് മരണത്തിന് ഒറ്റുകൊടുക്കുവാൻ തയ്യാറാകുന്ന അവൻ്റെ തന്നെ ശിഷ്യൻ്റെ ഒരു ചിത്രം സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നൽകുകയാണ്. 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കൂടെ നടക്കുന്നവൻ വഞ്ചിക്കാൻ മടി കാണിക്കുന്നില്ല. രണ്ടാമതായി, വഞ്ചനയുടെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് അതിൽ സന്തോഷിക്കുന്നവൻ. മൂന്നാമതായി, ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷത്തിൽ അവൻ്റെ പതനത്തിന് അവൻ തന്നെ കാരണമായി മാറുന്നു. ഈശോ യൂദാസ്കറിയാത്തയെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്. ഇന്നലത്തെ സുവിശേഷം നാം ശ്രവിച്ചു. നീ ചെയ്യാനിരിക്കുന്നത് വേഗം പോയി ചെയ്യുക. അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയായി മറ്റുള്ളവർ മറ്റു 11 പേരും കരുതി. തിരുനാളിനും ആവശ്യമായിട്ടുള്ള സംഗതികൾ വാങ്ങിക്കാൻ വേണ്ടി ഉപദേശിച്ചയക്കുകയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇന്ന് നാം കേൾക്കുകയാണ്, എന്നോടൊപ്പം പാത്രത്തിൽ അപ്പം മുക്കി കഴിക്കുന്നവൻ എന്നെ വഞ്ചിക്കും. അപ്പോൾ ഓരോരുത്തർക്കും സംശയമായി, അതാരാണ്? യേശു അപ്പം മുക്കി യൂദാസിന് കൊടുത്തു. യൂദാസ് തന്നെ ചോദിക്കുന്നുണ്ട്, അത് ഞാനാണോ എന്ന്. പക്ഷേ അവന് അപ്പം കിട്ടിയപ്പോൾ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. പിശാച് അവനിൽ കടന്നു വരുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. കൂടെ നിൽക്കുന്നവൻ എപ്പോഴാണ് വഞ്ചിക്കുക എന്ന് അറിഞ്ഞുകൂടാ. ഇനി വഞ്ചിച്ച് കിട്ടിയ പൈസയെ ഓർത്ത് സന്തോഷിച്ച് ആർത്തുല്ലസിക്കും. പക്ഷേ അവൻ നീതിമാനും സത്യസന്ധനുമാണെന്ന് തിരിച്ചറിയുമ്പോഴുള്ള നിരാശ കൊണ്ട് അത് ആത്മഹത്യയിലേക്ക്, നാശത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ഈ പെസഹായിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തിരുസഭ മാതാവ് സന്ദേശം നമുക്ക് നൽകുമ്പോൾ നമുക്കൊരു പരിചിന്തനം നടത്താം. ഞാൻ ആരെയെങ്കിലും കൂടെ നിർത്തി വഞ്ചിക്കുന്നവനാണോ? വഞ്ചനയിലൂടെ ഞാൻ അവൻ്റെ നാശം കണ്ട് പരിഹസിക്കുന്നുണ്ടോ? എൻ്റെ നാശത്തെ ഞാൻ തന്നെ വിളിച്ചോതുകയല്ലേ?